ആകാശത്തെ സ്വപ്നം കണ്ട പെൺകുട്ടിയായിരുന്നു റോഷ്നി സോങ്ഖരെ. അവളുടെ ജീവൻ കവർന്നെടുത്തതും അതേ ആകാശം. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിലാണ് റോഷ്നി മരണപ്പെട്ടത്. അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ AI-171 വിമാനം തകർന്നു വീണപ്പോൾ അതിനൊപ്പം ഇല്ലാതായത് റോഷ്നി എന്ന 27-കാരിയുടെ വാനോളം പോകുന്ന സ്വപ്നങ്ങളും കൂടിയായിരുന്നു. ആരായിരുന്നു റോഷ്നി സോങ്ഖരെ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ അംഗവുമായിരുന്നു അവർ. പഠിക്കുന്ന കാലത്ത് തന്നെ എയർ ഹോസ്റ്റസ് ആകണമെന്നായിരുന്നു അവളുടെ സ്വപ്നം. അതിനായാണ് അവൾ കഠിനാധ്വാനം ചെയ്തതും. അവൾ അണിഞ്ഞ എയർ ഇന്ത്യയുടെ യൂണിഫോം അവളുടെ അഭിമാനമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ സജീവമായ റോഷ്നി തൻ്റെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതും പതിവായിരുന്നു. യാത്രക്കിടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പകർത്തിയ ചിത്രങ്ങൾക്കും റീലുകൾക്കും വലിയ ആരാധക നിര തന്നെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ 60,000-അടുത്ത് ഫോളോവേഴ്സ് ഉള്ള റോഷ്നി സ്കൈ ലവ്സ് ഹെർ എന്നാണ് തൻ്റെ അക്കൗണ്ടിന് പേര് നൽകിയിരുന്നത്. മുംബൈയിലെ സരസ്വതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ് റോഷ്നി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഭാരത് കോളേജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ശേഷം ഏവിയേഷൻ പഠനം പൂർത്തിയാക്കിയത് അന്ധേരിയിൽ നിന്നും. 2021-ൽ സ്പൈസ് ജെറ്റിൽ ജോലി നേടിക്കൊണ്ടാണ് അവൾ തൻ്റെ കരിയർ ആരംഭിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും സ്ഥിരോത്സാഹത്തിലൂടെയും സമർപ്പണത്തിലൂടെയും ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആകുക എന്ന തൻ്റെ സ്വപ്നത്തെ അവൾ സാക്ഷാത്കരിച്ചു. 2 വർഷം മുൻപാണ് എയർ ഇന്ത്യയിലേക്ക് റോഷ്നി എത്തുന്നത്. അഹമ്മദാബാദിലേക്ക് ഡ്യൂട്ടിക്കായി പോകുന്നതിന് ഒരു ദിവസം മുൻപാണ് റോഷ്നി കുടുംബത്തോട് വിട പറഞ്ഞത്. ഡോംബ്ലിവി ഈസ്റ്റിലെ രാജാജി പാത്തിൽ നവമിയ കൃപ സൊസൈറ്റിയിൽ അച്ഛൻ രാജേന്ദ്ര, അമ്മ രാജശ്രീ, സഹോദരൻ വിഘ്നേഷ് എന്നിവർക്കൊപ്പമാണ് അവൾ താമസിച്ചിരുന്നത്.